9/6 ചെയ്ത സാധനം നിങ്ങൾക്ക് ഈ 9/6 തന്നെ ഉത്തരവ്, ഒന്നാമത്തെ ഉത്തരവ് മനസ്സിലാകുന്നുണ്ടോ? ഈ ഒന്നാമത്തെ ഉത്തരവ് തന്നിട്ട് നിങ്ങൾ പാലിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് നിങ്ങൾ പറഞ്ഞ നമ്മൾ കേട്ടില്ലേ? ഇവിടേക്ക് കേൾക്കി എന്താ സംഭവം? നിങ്ങൾക്ക് 9/6 ഒന്നാമത്തെ തന്നത്, ഒന്നേ വന്നിട്ടുള്ളൂ, രണ്ടാമത്തെ ഇല്ല. അതിൽ പറയുന്ന കേൾക്കി 1/6 തന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ നോട്ടീസും തന്നു. നോട്ടീസ് ഇല്ല, ഒരു നോട്ടീസ് രണ്ടെണ്ണം ഒരുമിച്ചിട്ടാണ് തരുന്നത്. ഒരു നോട്ടീസ് നിങ്ങൾ പല ദിവസം തരുന്ന നോട്ടീസ് ഒരു ദിവസം നിന്നുണ്ടെങ്കിൽ അത് നമുക്കറിയില്ല. നോട്ടീസ് ഉത്തരവും തരും. നിങ്ങൾക്ക് അറിയാത്ത നിയമം അറിയാത്തോണ്ട് പറയുന്നത്. നിയമം അറിയാത്തതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു. ഉത്തരവും നോട്ടീസും നിങ്ങളുടെ അടുത്ത് ഞാൻ അടക്കമുള്ള ആളുകൾ സംസാരിച്ചുകൊണ്ട് ഇത്രയും പറയുന്നത്. രണ്ടാമത്തേതാ 1/7 വീണ്ടും 9/6 കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും എന്താക്കി 1/7 നിങ്ങൾക്ക് വീണ്ടും തരികയാണ്. അബ്ദുൽ ഇതാരാണ്? അബ്ദുൽ അലിക്ക് വേണ്ടി നോട്ടീസ് കൈപ്പറ്റി നിങ്ങളിവിടെ സ്റ്റാഫാണ്. ഇത് രണ്ടാമത്തെ അന്തിമ ഉത്തരവ്. ഇത് തന്നത് 1/7. ഞങ്ങൾ പറഞ്ഞ സമയം അനുവദിച്ചില്ലാന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1/7 കഴിഞ്ഞിട്ട് 22 ഇന്നലെയും നിങ്ങൾ അവിടെ വന്ന സമയത്ത് 20 ആരൊക്കെ പറഞ്ഞത് 20 തന്നെ. നിങ്ങൾക്ക് നോട്ടീസ് 3 ദിവസത്തേക്കല്ല തന്നത്. അബ്ദുക്ക 1/7 തന്ന സാധനത്തിൽ പറയുന്നത് 3 ദിവസത്തേക്കാണ്. ഇതാ പരാമർശം 3 പ്രകാരങ്ങൾ നോട്ടീസ് തന്നിട്ടില്ല നിങ്ങൾക്ക്. നിങ്ങൾ നമ്മളോട് പറഞ്ഞത് എങ്ങനെയല്ല? ഇല്ല, ഇതെല്ലാം 20 വരെ പറഞ്ഞിട്ടില്ല. നിങ്ങളെന്നെ പറയാനില്ല. പ്രായമുള്ള ആള് പറഞ്ഞു എന്നുള്ള 20 വരെ നമ്മളിത് പൊളിക്കൂലെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ പൂർണ്ണമായിട്ട് കേൾക്കണം. നമ്മൾ ഒരു വ്യക്തിൻ്റെത് മാത്രമായിട്ട് എടുക്കാൻ പാടില്ല. പൊതുസ്ഥലങ്ങളില് എല്ലാവർക്കും അവകാശപ്പെട്ട സ്ഥലമാണ് ഇപ്പൊ പൊളിച്ചു മാറ്റിയത്. അതിന് ആരും എതിർക്കാൻ ആരുമില്ല. കാരണം അത് പബ്ലിക് സ്ഥലമാണ്. ഇത് പറഞ്ഞ വ്യക്തികളുടെ സ്ഥലമാണ്. ഇത് എന്റെ വ്യക്തിപരമായ പൈസ കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. അവിടെ 1 മീറ്റർ എടുക്കുകയാണെങ്കിൽ റോഡിന് 2 മീറ്റർ കൊടുക്കുകയാണെങ്കിൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അതിനെങ്ങനെ? അതിന് പൈസ, അതിന് നിയമപരമായിട്ട് പേപ്പർ വരും, അതിന് കാശ് തരും. അങ്ങനെയാണ് സാധാരണ നാട്ടു നടപ്പ്. ഇത് അതിക്രമിച്ച് കയറിയിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ പറഞ്ഞതിനനുസരിച്ച് ക്ലാസ് എടുത്തു മാറ്റി ചുറ്റോടിട്ടുള്ള സാധനങ്ങൾ മാറ്റണം പറഞ്ഞു ഒക്കെ ചെയ്തു. മേൽക്കൂര മാത്രം അവിടെ ഉണ്ട്. ആ മേൽക്കൂര എടുക്കണമെങ്കിൽ അവര് എനിക്ക് കിട്ടിയ വിവരം അവര് പറഞ്ഞ മേൽക്കൂര അവിടെ നിൽക്കട്ടെ, ഞമ്മക്ക് 2ാം ഘട്ടം സംസാരിച്ചിട്ട് ഇതെല്ലാം അടിഭാഗം എല്ലാം പൂർത്തിയായതിനു ശേഷം 2ാം ഘട്ടം ഞമ്മക്ക് നോക്കിയിട്ട് ചെയ്യാം. എല്ലാവരും ചെയ്യാനേ നമ്മളും ചെയ്യും. ഞാൻ ചെയ്യാപ്പോൾ ആദ്യം ഞാനും ചെയ്തു, കുട്ടിയാക്കും ചെയ്തു, സത്താർമാസും ചെയ്തു. അവിടുന്ന് അങ്ങോട്ട് പൊതുസ്ഥലമാണ്. അവിടെ പബ്ലിക്കിന് ആർക്കും ഒത്ത് പറയാൻ കഴിയില്ല. അത് പബ്ലിക്കിന് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അവകാശപ്പെട്ട സ്ഥലമാണ്. ഇത് പറഞ്ഞാൽ ഞങ്ങളെ വ്യക്തി സ്ഥലമാണ്. റോഡ് 8 മീറ്റർ കഴിച്ചിട്ട് ബാക്കി ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയ സ്ഥലമാണ്. അതിന് നഷ്ടപരിഹാരം തന്നാൽ ഞങ്ങൾ റോഡിന് കൊടുക്കാൻ തയ്യാറാണ്. ഞങ്ങളാരും ഇവിടെ അടിച്ചു വീഴ്ച കൊടുക്കൂല എന്ന് പറയില്ല. ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അടിഭാഗം ഗ്ലാസ് എടുത്ത് മാറ്റി. എല്ലാ കച്ചവടക്കാർ വരെ പിരിഞ്ഞു പോയി. അവര് പറഞ്ഞു ഞങ്ങൾക്കിവിടെ സൗകര്യം ഇതിന് നടക്കൂല, പൊളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒയ്യാറുണ്ട്. 3 റൂം പോലും കാലിയാക്കി, സാധനം കാലിയാക്കി. ഇതിൽ കൂടുതൽ എങ്ങനെ നഷ്ടങ്ങൾ ഞങ്ങൾ സഹിക്കേണ്ടത്? നിങ്ങൾക്ക് പഞ്ചായത്തിന് കൊല്ലം നമ്മൾ പൈസ അടക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് ചെയ്യണോ? നിങ്ങൾ പറയും. ഇനി നിങ്ങൾ മേൽക്കൂര പൊളിക്കണം, ഞങ്ങൾ പൊളിക്കും. പക്ഷെ ഇവിടുന്ന് വാഴക്കാട് വരെ ഇപ്പോഴും എത്തിയില്ല മാർക്കിങ്. ചിറ്റാരിക്കുന്നുമൊക്കെ എത്തിയില്ല മാർക്കിങ്. ഈ ആക്കോട് തന്നെ ഇപ്പൊ മെനയാണോ പോയി? ആക്കോടിന് തുടങ്ങണ്ടേ? എങ്ങനെയാണ്? 1ാം വാർഡ് ഇങ്ങോട്ട് തുടങ്ങണ്ടേ? അല്ല, എടവണപ്പാറിന് ഇങ്ങോട്ട് തുടങ്ങണ്ടേ? ഇത് നടുവെന്നായിട്ട് ഊർക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മാത്രം അങ്ങോട്ട് തുടങ്ങിയിട്ട് പൊളിച്ചു മാറ്റല. ഇനി പൊളിച്ചു മാറ്റണേന് നമ്മൾ എതിരല്ലാന്ന് അന്നൊന്നും പറയുന്നുണ്ട്. നമ്മൾ നിലവില് നിങ്ങൾക്ക് പിന്നെ ഇത്ര ദിവസങ്ങളിൽ പൊളിച്ചു മാറ്റണം എന്നുള്ള ലെറ്റർ തന്നിട്ടില്ല. അത് ലെറ്റർ തന്നെ 20 ഞങ്ങൾക്കൊക്കെ തന്നെ. ഞങ്ങൾ 3 ആൾക്ക് മാത്രം. ഇവിടെ ഊർക്കടയിൽ ആകെ 3 വീഡിയോ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ 1 പേപ്പർ തന്നിട്ടുണ്ട്. അതിന് മറുവശമായിട്ട് 2ാമത്തെ ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പരാതി നിങ്ങൾ രേഖാമൂലം പഞ്ചായത്ത് രേഖാമൂലം പറഞ്ഞത് രേഖാമൂലം ഞങ്ങൾ സംസാരിക്കാം. നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടോ? ഇപ്പം പാർട്ടിക്കാർ പോയിട്ട് സംസാരിച്ചു. ഞാൻ ചോദിക്കുന്നതല്ല, നിങ്ങൾ രേഖാമൂലം പരാതി അവിടെ സമർപ്പിച്ചിട്ടുണ്ടോ? രേഖാമൂലം ഞാൻ സമർപ്പിച്ചല്ല, പൂർണ്ണമായിട്ട് എല്ലാവരും കൂടെ സമർപ്പിച്ചു. അതിന് നമുക്ക് വ്യക്തിപരമായിട്ട് ഒരാൾ മാത്രമല്ലല്ലോ. നമ്മൾ ഒരാൾ മാത്രം എതിരുന്നൊരു കാര്യമില്ല. ഭൂമിയിലേക്ക് കടന്നു കയറുന്നതിനെതിരെ നിങ്ങളാണല്ലോ ശബ്ദിക്കേണ്ടത്. അതെ, അതിന് ഞാൻ മാത്രമല്ല, ഞങ്ങൾ ഒന്നായിട്ട് കടകൾ മൊത്തമായി ഇതുവരെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ പൊതുസ്ഥലം എല്ലാവരും ആണ്. ഇതിന്റെ വ്യക്തിപരമായ സ്ഥലത്തേക്കാണ് നിങ്ങൾ കയറുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനെ എതിർക്കുന്നു എന്നുള്ള. അപ്പൊ നിങ്ങൾ വ്യക്തിപരമായി കൊടുത്തോളാന്ന് ചോദിച്ചാൽ വ്യക്തിപരമായിട്ട് ഇനിയിപ്പോ ഇങ്ങനെ ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓല് പറഞ്ഞ നമ്മളോട് 8 വർഷമായി നിയമം വന്നിട്ടുണ്ട്. അതിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അപ്പൊ ആ ഉദ്യോഗസ്ഥന് 8 വർഷമായിട്ട് വന്നിട്ട് നമുക്ക് ഇതുവരെ 8 വർഷമായിട്ട് നമുക്ക് അതിന്റെ യാതൊരു ഡീറ്റെയിൽസ് വന്നില്ല.